എന്തോ പൊളിച്ചു. താങ്ക്സ്. കറക്റ്റ് സോങ് ആയിട്ട് കറക്റ്റ് ദിവസമാണല്ലോ വന്നിട്ടുള്ളേ. ആരാ ഈ സോങ് സെലക്ട് ചെയ്തേ? ഇത് എന്റെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് സെലക്ട് ചെയ്തേ. ആ ഓക്കെ, നമുക്ക് എന്തായാലും ചോദിക്കാം. അടിപൊളിയായിരുന്നു. താങ്ക് യു. എനിക്ക് അവൻ ലാസ്റ്റ് പറഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ ശരിക്കും ഗൂസ് ബംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ചോദിക്കാം ശരത് സാർ. അപ്പൊ മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. അത് ആ ഒരു ഭക്തി സാന്ദ്രമാക്കി നീ ഈ സെറ്റ് മുഴുവൻ കേട്ടോ. അത് പിന്നെ അവിടെ മറ്റേ എന്താ സാഷ്ടാംഗ പ്രണാമം ഞാൻ വരച്ച് മക്കൾ അവിടെ കിടന്ന് ഉറങ്ങിക്കാണും. പിന്നെ കൃത്യസമയത്ത് എണീറ്റ് നീ ചെറിയ തോതിൽ മൈക്ക് അടുത്തിരുന്നോണ്ട് ഒരു ചെറിയ കൂർക്കം കേട്ട് ഞാൻ അങ്ങനെയാ വിചാരിച്ച്. എവിടുന്ന് ഹരി ഇങ്ങനെ പറയായിരുന്നു, ബി ജി തീരാറായി എഴുന്നേക്ക്. അയ്യോ ദൈവമേ, പക്ഷേ എല്ലാം കൊള്ളായിരുന്നു മക്കൾ കേട്ടാ. താങ്ക് യു സർ. അങ്ങനെ വിഘ്നങ്ങൾ വിധി വിധി ആ അത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ കൂടെ മക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഒന്നിച്ച് പഠിക്കാടാ. മോളെ ഈ ദുഃഖങ്ങൾ മുന്നിൽ അതൊന്ന് പാടാമോ? അത് പല്ലവി ആ കുറേ കൂടെ ക്ലാരിറ്റി വരട്ടെ മക്കളെ. അതൊന്നാമത് ഈ ദുഃഖം എന്നുള്ളത് മുകളിലാകുമ്പോ വലിയ മെനക്കേടാ പാടാൻ. കുറച്ച് ഫ്ലാറ്റാ, അത് കുറച്ചങ്ങ് അടിച്ച് പാട്. അത് കുറച്ച് ബലം വരട്ടെ കേട്ടോ. ഇപ്പോഴും ഒരു ചതമുണ്ട് അതിന്. പിന്നെ ശരണ ആ മുകളിലുള്ള അത് അങ്ങോട്ട് എത്തിയില്ല. അത് നമുക്കൊന്ന് എത്തിച്ചാലോ? ദൈവത്തിന് അങ്ങോട്ട് വിചാരിച്ചങ്ങ് പാട്. പഠിച്ചവനെ കാത്തോളിന്ന് പറഞ്ഞു പാട്. ആ ഗുഡ് മോനാ നോക്കിയാ മതി കേട്ടോ. നിന്റെ ചിമിഴിൽ അതെ സെക്കൻഡ് ചരണം അല്ലേ? അത് പാടാമോ? നിന്നുടെ ചിമിഴിൽ നിന്നുടെ ചിമിഴിൽ ഒന്നുകൂടെ പാടി മക്കളെ. നിന്നുടെ ചിമിഴിൽ ആ സംഗതി ചിമിഴി അതൊരു LKG സ്റ്റാൻഡേർഡിൽ നിൽക്കും. അത് നീനര എന്ന് തന്നെ പറയണം കേട്ടോ. അതുകൊണ്ടാ എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ മക്കളെ. എന്തൊക്കെയാലും നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക അടിപൊളിയായിട്ട് പാടിയിടാ നീ. താങ്ക് യു സർ. എനിക്ക് ജസ്റ്റ് ഹൈ പോർഷൻസിൽ മാത്രം കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു ശരണ ജപങ്ങളോടെ. പക്ഷെ അത് നേരെ പ്രണവ ജപങ്ങളോടെ വന്നപ്പോൾ അത് വൃത്തിയായിട്ട് പാടുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം. പക്ഷെ റിഹാൻ ഭയങ്കരമായിട്ട് മാറി കേട്ടോ. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ പാട്ടിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങളൊക്കെ റിഹാൻ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. സ്വാമിയേ ശരണമയ്യപ്പോ. അപ്പൊ എന്തായാലും കലക്കി. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനെ. കഴിഞ്ഞ റൗണ്ട്സ് തൊട്ട് എനിക്ക് മോന്റെ ഓരോ പെർഫോമൻസും മറ്റേ മീശവാദനിലെ പാട്ടാണെങ്കിലും എന്തൊക്കെയാ റിഹാൻ ചെയ്ത് കൂട്ടുന്നത് ഓരോ റൗണ്ടിലും. അപ്പൊ ഇന്നും അതെ നീ ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. എല്ലാവർക്കും ആ ഒരു എനർജി കിട്ടി. അതാണ് മെയിനായിട്ട് ഈ പാട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഷാനിക്ക പറഞ്ഞ പോലെ കുറച്ച് സംഗതീസ്, അതായത് അത് എന്താ പറയാ, അത് മോൻ പഠിച്ച് ഫ്രണ്ടിലോട്ട് വരാൻ പറ്റുള്ളത്. ലാസ്റ്റ് പാടിയതല്ലേ മേളില് ടോപ്പ് പോർഷൻ ഒന്ന് പാടിക്കേ. ഓ ദയാമയ ഓ ദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നിൽക്കവേ ശരണജപങ്ങളോടെ നിൽക്കവേ. അങ്ങനത്തെ കുറച്ച് ഈ കറക്റ്റ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇത് ഇപ്പൊ വരും. കുഴപ്പമില്ല, പോട്ടെ. അടുത്ത് അവിടെ ഒരു നെയ്ത്തിരി. നെയ്യാവട്ടെ, ഒന്നും കൂടി ഒന്ന് ഫീൽ വരട്ടെ കേട്ടാ. ഒരു നെയ്ത്തിരിക്കു പകരം അത് പോരാ, കുറച്ചും കൂടി നമ്മൾ ആ ഒരു ഇൻവോൾവ് ആവണം. അത്രയും നമ്മളിങ്ങനെ ശരണം വിളിച്ച് പാടിയിട്ട് ഒരു നെയ്ത്തിരി അവിടെ അങ്ങ് കൊടുക്കണം. അത് പാടിക്കത്. ഒരു നെയ്ത്തിരി നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമിന്നു മുരുകും
അതൊക്കെ കറക്റ്റായിട്ട് നേരത്തെ പാടി. എനിക്ക് ആ ഫീൽ അവിടെ, കാരണം ഇത്രയും ഇങ്ങനെ പാടി വെച്ചിട്ട് അവിടെ വരുമ്പോൾ ഒരു ഫീൽ കൊടുക്കണം. ഇനി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പൊളിക്ക്, അടിപൊളി. താങ്ക് യു ഹരിച്ചേട്ടാ. റിഹാൻ എന്തോ ഇനി എന്താ? മാർക്സ്. മാർക്സ് അറിയാം. ഹരിച്ചേട്ടാ 9. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 9. താങ്ക് യു സർ. പേടിപ്പിച്ചു കൊച്ചിനെ. ശരത് സർ മക്കളെ എന്റേത് ഞാൻ ചുരുട്ടി മടക്കി ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ. അപ്പൊ റിഹാൻ 18 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി നമുക്ക് അടുത്ത റൗണ്ട് ഇതുപോലെ തന്നെ അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga